ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് വേണ്ടസ്. നമ്മളപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ വീട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ സാമ്പ്രാണിക്കൊടി പോകാൻ പോവാം. അവിടെ ദ്വീപൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ കൊല്ലം ബീച്ചിൽ പോയപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഇരുന്നേ, പക്ഷേ അന്ന് അവിടെ നമ്മൾ സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞാനും വാപ്പിയും കൂടെ ദുൽദുലല്ല പോകുന്നത്, നമ്മൾ കാറിനകത്ത് പോകാൻ വേണ്ടിയാണ്. ബുള്ളറ്റ് അവിടെ ഇരിപ്പുണ്ട്. നമ്മളത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഇന്നോ നാളെ ആയിട്ട് മലപ്പുറം പോകും. നമുക്ക് അന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ പോയ പാണ്ടിക്കാട് ഹജാബാദിൽ നമുക്ക് ഒന്നുകൂടെ പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ കുറച്ച് ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്യുക. അപ്പം അത് ചിലപ്പോൾ വണ്ടിയിലല്ല, ഞാൻ ട്രെയിനാണ് പോകുന്നത്. പിന്നെ വെള്ളിയാഴ്ചയും കൂടെ അല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ വാപ്പിയുണ്ട് കൂടെ. നമ്മൾ കാറിനകത്ത് പോകാമെന്ന് വെച്ചു. അപ്പോൾ വാപ്പിക്കും സ്ഥലം കാണാൻ കൂടെ കാണും. നമുക്ക് വീഡിയോക്കകത്ത് പിന്നെ വരത്തില്ലെന്നേ ഉള്ളു, നമുക്ക് കാണാം. ഇതിപ്പോൾ അങ്ങനത്തെ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുക. അതെ, ഇൻട്രോ എടുക്കാൻ വേണ്ടി റൂമിലോട്ട് തന്നെ ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുക. ഇനി ഇറങ്ങിയാൽ മാത്രം മതി. നമ്മളിപ്പോൾ ഇറങ്ങുന്നത് നമ്മുടെ വണ്ടി ദുൽദുലൊരുക്കുന്ന മറ്റേ വണ്ടിയെ വിളിക്കുന്നത് എന്താണെന്ന് പറയുക, പണ്ടോട്ടേ വിളിക്കുന്ന യൂണിക്കോൺ എന്നല്ലേ പറയുക. അപ്പോൾ CB യൂണിക്കോൺ. അപ്പോൾ നമ്മളെല്ലാവരും വിളിക്കുന്ന ഓമന പേരാണ് ഉണ്ണിക്കണ്ണൻ എന്നാണ് വിളിക്കുന്നതാണ്. ഞാൻ ഇതുവരെ വീഡിയോ പറയാൻ വിട്ടുപോയതാണ്. ദുൽദുലും ഉണ്ണിക്കണ്ണനും. പിന്നെ ഇതിൻ്റെ വണ്ടി നമ്പർ 3001 എന്നുള്ളത് കൊണ്ട് അതിന് 3001 വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ 3001 നമ്മൾ പോകുന്നത്. ടാറ്റാ, ഞാൻ പോയിട്ട് വരാം. രണ്ടുപേരും ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നു കേട്ടല്ലോ. വന്നിട്ട് നമുക്ക് അടുത്ത യാത്ര പോകണ്ടേ. ഓക്കെ, ഡൺ. നമ്മൾ ഇതേപോലെ ഇറങ്ങാൻ പോകാം. അപ്പോൾ വണ്ടിയിലോട്ട് കയറുന്നു. നമുക്ക് അങ്ങ് ചെന്നിട്ട് കാണാം അതിന് ബാക്കി. നമ്മളപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി മൈനാഗപ്പള്ളിയിലായി. നമ്മളിവിടെ നമ്മുടെ മാമാടെ വീട് വരെ വന്നു. അന്ന് നമ്മളില്ല അജ്മീറൊക്കെ പോയപ്പം വണ്ടി ഓടിച്ച മാമായ ഓർമ്മയില്ലേ, ചരിത്രമൊക്കെ പറഞ്ഞത്. ആ മാമാടെ വീട്ടിൽ വന്നപ്പം വാപ്പി വീട്ടിനകത്തോട്ട് കയറിയൊരു ആവശ്യമായിട്ട് ഞാൻ അനിയനും ഉണ്ട്, മൂത്താപ്പായി. ഹായ്, ഒരു ഹായ് പറയടാ. കേൾക്കാൻ വയ്യ. മഞ്ഞക്കിളിയായിട്ട് കിടക്കുവാ, മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട്. അവൻ ട്യൂഷന് പോയിരിക്കുമായിരുന്നു. ഞാൻ നേരത്തെ ഇൻട്രോ എടുത്തപ്പോഴൊന്നും അവൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ എടുത്തു കഴിഞ്ഞ് വീട്ടിൽ ഇറങ്ങാൻ നേരം അവൻ വന്നത്. ഇപ്പം അവൻ അങ്ങനെ പോയിട്ട് പിന്നെ അവനെ കൊണ്ടുപോകാം. ഞങ്ങൾ 4 പേരുണ്ട്, മൂത്താപ്പായും ഉണ്ട്, ഞാനും വാപ്പയും അവന്. ഞങ്ങളങ്ങനെ പോവാ. ഇപ്പോൾ മാമാടെ വണ്ടിയാണ് ഇരിക്കുന്നത്. എന്തത്, ഇതാ മാമാടെ വീട്. എൻ്റെ എനർജിയായ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ. ഇപ്പോൾ അത് പുതിയ ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ താങ്ക് യു ഫസ്റ്റ് കോച്ച്. നേരത്തെ ഇങ്ങനെയല്ല, ഡയറി മിൽക്ക് എന്ന് മാത്രം എഴുതിയുള്ള ഇത്. ഞാനത് കഴിക്കുമായിരുന്നു. മൂത്താപ്പാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയതാ അതിനകത്തത്. അതെ, ഞാൻ ഹായ് പറയുന്നേ മുന്നേ അങ്ങ് ഹായ് പറയും. എന്തുണ്ട് പിന്നെ, സുഖമല്ലേ? ഒന്ന് അജ്മീർ യാത്ര കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വ്ളോഗിൽ ഇപ്പോഴാണ് വരണേന്ന് തോന്നല്ലേ. സുഖമല്ലേ? ഇപ്പൊ പുതിയ ഇപ്പൊ സൈക്കിളിലും കറക്കും. ഇപ്പൊ റൈഡർ ആണ്. തനിയെ ഇപ്പൊ എല്ലായിടും അങ്ങ് പൊക്കോളൂ. നമ്മളെയൊന്നും കൊണ്ടുപോകത്തില്ല ഇപ്പൊ, തനിയല്ല. അതാ, ഇനി ഒരു ചാനലങ്ങ് തുടങ്ങണം അല്ലേ. നമ്മളിതേ മാമാടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു വട മേടിക്കാൻ വേണ്ടി പോ. അപ്പുറത്തൊരു കട, വടക്കട. ഫ്രഷ് ആയിട്ട് അതാ, ഞാനത് നേരത്തെ കണ്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പത്തേ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി. ഇതാ സ്ഥലം. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ കിട്ടിയില്ല. അവിടെ വേറെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അവിടെ ഉള്ളതാ. ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. ശരിയാ, നമുക്കിപ്പോൾ ഇവിടുന്ന് പോവാൻ സമയമായി. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങും നമ്മൾ. നമ്മുടെ 3001 കിടക്കും. നമുക്കിനി ഇപ്പുറത്ത് കയറാം. നോക്കട്ടെ ആരാ ഓടിക്കുന്നു. നമ്മളിത് പാടം കണ്ടത്.
right to stay on Mainagappalli Tevalekkara Road. നമ്മളിത് ഹൈവേ കയറിയത് പള്ളിക്കോട്ടായിട്ടോ. ഹസീനെ നമ്മളിത് ഇവിടെ ഒരു പള്ളിയിൽ വന്ന് ഇന്ന് ജുമാ ദിവസമല്ലേ, പള്ളിയിൽ കയറാൻ വേണ്ടി പോകും. അവരെല്ലാവരും പോയി. ഞാനൊരു വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുവാ വണ്ടിയിൽ നിന്ന്. ഞങ്ങളിങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് വണ്ടിയിലോട്ട് കയറാൻ പോവാ. സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകാൻ പോവാ. നമ്മളിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ നമ്മളിവിടെ എത്തി. പിന്നെ ഹോട്ടലിൽ അവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് ഭക്ഷണവും കഴിച്ചിട്ട് പോവാം. വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മളിത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത് ഹോട്ടലിലോട്ട് പോവാം. കായൽ തീരം ഫാമിലി റെസ്റ്റോറൻറ്റ്. യാസിനാണ് പോകുന്നത്. ഉണ്ട് കക്കയും കായൽ ഞണ്ടും കണമ്പും കായൽ തീരത്ത് കായൽ സദ്യയും പുലിയിലെ കാറ്റും. കയറും നമ്മുടെ പാത്രം ചോറും ഒക്കെ വന്നത്. ചോറ് വിളമ്പാണ് നമുക്ക് എല്ലാവർക്കും കൊടുത്ത് എനിക്ക് തന്നില്ല. നമ്മളിത് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത്. നമ്മൾ വണ്ടി ഭക്ഷണം കഴിച്ചെടുത്ത് തന്നെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കുക. എല്ലാവരും ഫ്രണ്ടിലുണ്ട്. നമ്മളിത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നത്. ടിക്കറ്റ് എടുക്കാൻ പോകും. ബോട്ടിലോട്ട് കയറാൻ പോയി. ഇതുണ്ട് ടിക്കറ്റ്. ഇത് 4 പേർക്ക് 600 രൂപയായിരുന്നു. നമ്മളിത് ബോട്ടിലോട്ട് കയറാൻ പോയി. നമുക്ക് ടിക്കറ്റ് കാണിക്കണം. ആരും എന്നെ തട്ടല്ലേ, എന്തായിരിക്കുന്നത്. നമുക്ക് ആ കാണുന്ന ഐലൻഡിലോട്ടാണ് പോകേണ്ടത്. ബോട്ട് വന്നിട്ടില്ല, ഇപ്പോൾ വരും. ഹൗസ് നമ്മളിത് ബോട്ടിൽ കയറി. ഇപ്പോൾ ഇവിടുന്ന് വിടുന്നത്. ഇപ്പോൾ ബോട്ട് അവിടെ നിന്ന് എടുത്ത് നമ്മളിത് മുന്നോട്ട് പോകാൻ പോകുമായിരുന്നു. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ റൈഡിങ് ജാക്കറ്റ് ഇടുന്നുള്ളത് ബോട്ടിൽ പോകുമ്പോൾ ഉള്ള ജാക്കറ്റ് ഇട്ട്. ഇത് നമ്മൾ ഐലൻഡിലെത്തിയത്. നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങും. ഇവിടെ ഈ വെള്ളത്തിലാണ്, കായലിനകത്ത് നമുക്ക് ഇറങ്ങണത്. അതുകൊണ്ട് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് നിൽക്കണം. നമ്മളിത് ഇവിടെ ഇറങ്ങാൻ പോകുന്നത്.
ഇത്ര വെള്ളമുണ്ട്, വെള്ളമില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ. എത്ര വേണേലും നടക്കാം. അങ്ങനെ എല്ലായിരിക്കും. ഇതുണ്ട് നമ്മൾ ഇത്ര മുങ്ങി. ഇതാ ഐലൻഡ്. നമ്മൾ ഐലൻഡിൽ എത്തിയതേ. വെള്ളത്തിൽ കൂടെ നടക്കണം. അതെ, നമ്മൾ ഐലൻഡിൽ എത്തിയതേ. നീന്തിയൊക്കെ പോകുന്നുണ്ട്. ഇത് മുട്ടറ്റം വെള്ളമാണ്. ഇതുണ്ടാവും. നമ്മൾ ഇത് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെ വെള്ളമൊക്കെ വരുന്നുണ്ടോ? വെള്ളം കൂടി കണ്ടോ? നീളി വരെ ആയി വെള്ളം. മരത്തിലൊക്കെ കയറിയിരിക്കുന്നുണ്ടോ പിള്ളേർ? ഇവിടെ എല്ലാവരും ഇവിടെ തകർത്തുകൊണ്ടിരിക്കുക. നമ്മളിത് അവിടെ ചെന്ന് കാപ്പി കുടിക്കാമെന്ന് വെച്ച് ഇത് അങ്ങോട്ട് പോവുക. വെള്ളത്തിൽ നിന്ന് കാപ്പി. നല്ല തണുപ്പുണ്ട് ഇവിടെ. ലൈം സോഡ, മിൽക്ക് സർബത്ത്, ഗോളി സോഡ, ടീ, കോഫി. നമുക്കിത് ഇവിടുന്ന് കോഫി കുടിക്കുക. എൻ്റെ മെയിൻ ഐറ്റം ബൂസ്റ്റാണ്. പക്ഷെ അതിവിടെ ഇല്ല. നമുക്കിപ്പോൾ തൽക്കാലം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞോളൂ. ബൂസ്റ്റും കോഫി മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ചായ ഒന്നും ഞാൻ കുടിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കാം. അവരൊക്കെ നീന്തി വരുന്നതേ ഉള്ളൂ. നമ്മൾ നീന്തി ഇങ്ങനെ അവിടെ എത്തി. എൻ്റെ ഇവിടം വരെ ഇപ്പോൾ വെള്ളമാണ്. ഉണ്ടോ? ബോട്ട്. നമ്മളിത് ഉപ്പിലിട്ട മാങ്ങ മേടിച്ചു. കോഫി ഒന്നുമില്ല. ഇവിടെ എല്ലാവരും വെള്ളത്തിൽ തന്നെ. പൈനാപ്പിൾ, കോളിസോടൊക്കെ ഉണ്ട്. കുമ്പളയിട്ട പൈനാപ്പിൾ ഉണ്ട്. ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്. ഇതുപോലത്തെ സാധനമല്ലേ ഷാനാസിൽ മേടിച്ചിട്ട് അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടോ വെള്ളത്തിൽ? എല്ലാവരുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പോയിന്റ് സാന്താനിക്ക്. ഇതുണ്ടോ? അതെ, ഉള്ളിലുള്ളത് മരത്തിലൊക്കെ കയറുന്നു. എന്താ നമ്മൾ മുന്നോട്ട് വെള്ളത്തിലിരിക്കുന്നു. നമ്മളിത് അവിടുത്തെ ഇത് കഴിഞ്ഞ് തിരിച്ച് ഐലൻഡിലൂടെ നടക്കുക ബോട്ടിലോട്ട്. ഇത് കണ്ടോ? നമ്മളിത് നേരത്തെ ഇതുവഴിയില്ല, ആ റൂട്ട് വഴിയല്ല. ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിത് തിരിച്ച് ബോട്ടിൻ്റെ അടുത്തോട്ട് നടന്ന് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇനി ആഴം അവിടെ ഉണ്ട്. ഇല്ല, ഏതെങ്കിലും ബോട്ടിനകത്ത് നമുക്ക് കയറാം. അതെ, നമുക്കുള്ള ബോട്ട് തോണ്ട അവിടെ വന്നു. നമ്മളങ്ങോട്ട് പോവുക. അപ്പം
നമ്മളങ്ങനെ ഐലൻഡിൽ നിന്ന് മേളിൽ കയറി ബോട്ടിലോട്ട് കയറി പോവാ. ഇവിടുന്ന് കയറിക്കോടാ. നമ്മളിത് തിരിച്ച് അപ്പുറത്ത് ഐലൻഡ് നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവുക. ഇതായിരുന്നു ഐലൻഡ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് അപ്പുറത്തോട്ട് പോവാം. ഇതേ വരുന്നു കപ്പലിത് വലിയത്. നമ്മൾ വന്ന ബോട്ട് ഇതാ. നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അതോട്ട് പോവുക. ഇനി വണ്ടിയുടെ അടുത്തോട്ട് പോകും. നമ്മളിത് ഇവിടുന്ന് ഒരു ഐസ്ക്രീം മേടിച്ചത് ഉണ്ടോ. നമ്മൾ തിരിച്ചത് വണ്ടിയുടെ അടുത്തോട്ട് നടക്കും. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് നടക്കണം. വണ്ടിയിലെ നേരത്തെ നമ്മൾ ഹോട്ടലിൽ കയറി എടുത്തിട്ട് അവിടെ ഇട്ടിട്ടാ മതി. ഇവിടെയൊക്കെ തിരക്കായിരുന്നു, നല്ല തിരക്ക്, ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുന്ന് ബസ് സർവീസൊക്കെ ഉണ്ട്. ഇത് ഉണ്ടോ, നമ്മൾ തിരിച്ച് പോകുന്ന വഴിയുള്ള ഇതവിടെ. നമ്മൾ അവിടുന്ന് കയറി അതേ കാര്യം തന്നെ. അവിടെ താഴെ പിള്ളേരും എല്ലാ ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ വണ്ടിയുടെ അടുത്തോട്ട് പോവാം, വണ്ടി എടുക്കാൻ വേണ്ടി. യാസിനെ എങ്ങനെ ഉണ്ടായിരുന്നു? തുഴഞ്ഞുഴഞ്ഞു പോവാ അല്ലേ? കൊള്ളാവോ? കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഇതെന്തോ കുഴപ്പമില്ല, അടിപൊളിയല്ലേ? നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഫിദായുമായി ഇനിയും കൊതിപ്പിക്കണം. നമുക്ക് പൊളിക്കാം. വീഡിയോ കാണുമ്പോൾ തന്നെ അവരുടെ കൺട്രോൾ പോകും അല്ലേ? സെറ്റാക്കാം. എൻ്റെ കയ്യിൽ ഇത് വെള്ളം ഇരിക്കണ്ട, തണുത്ത വെള്ളം. നമ്മുടെ 3001 ദൂരവും കിടക്കുന്നു. ഞാൻ കൊണ്ട് പാർക്ക് ചെയ്തണ്ട സ്റ്റൈലായിട്ടിട്ടിരിക്കുന്നത്. നമ്മുടെ ലുക്കൻ ചെറുക്കനായിരുന്നു.